വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസുകാർ ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇത്രയും കാലം ഉണ്ടായിരുന്ന വെറും ഊഹാപോഹങ്ങളല്ല. സഭ നേരിട്ടിടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നു. കേരള കോൺഗ്രസുകാർ ഒന്നിക്കണമെന്നാണ് അദ്ദേഹം PJ ജോസഫിൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഒന്നിക്കണം എന്ന് എല്ലാവരും സമ്മതിക്കുമ്പോഴും ഏത് മുന്നണിയിൽ നിൽക്കണം എന്നുള്ളത് കൂടി ചർച്ചയാവുകയാണ്. കാരണം കേരള കോൺഗ്രസിൽ പ്രധാനമായും ഉള്ളത് മാണി വിഭാഗം, അവർ LDFിലും, മറ്റുള്ള PJ ജോസഫ് വിഭാഗം അവർ UDFിലുമാണ്. ഒന്നിച്ചാൽ ഇവർ രണ്ടുപേരും ഏത് മുന്നണിയിൽ നിൽക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ UDFിൻ്റെ ഒരു മനസ്സാണ് കേരള കോൺഗ്രസിനും ഉള്ളത് എന്നുള്ളത് കാലാകാലങ്ങളായി ഉള്ളതാണ്. ജോസ് കെ മാണി ഇപ്പോൾ LDFിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് KM മാണി സാർ മരിക്കുന്നതുവരെ അദ്ദേഹം UDFിൻ്റെ ഭാഗമായിരുന്നു. UDFിൻ്റെ കാലത്ത് എത്രയോ തവണ അദ്ദേഹം മന്ത്രിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും UDFിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ജോസ് കെ മാണിയും ഇനി അംഗീകരിക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. ഏതായാലും സഭ ഇടപെട്ടു, ആർച്ച് ബിഷപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഹ്വാനവും വന്നിരിക്കുന്നു. അതുപ്രകാരം കാര്യങ്ങൾ നടന്നാൽ ജോസ് കെ മാണി UDFിലേക്ക് തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇത് തിരുമേനി പറഞ്ഞതുപോലെ നടക്കുന്നു എങ്കിൽ അതിൽ ഒരിക്കലും PJ ജോസഫ് വിഭാഗം വാശി പിടിക്കാൻ സാധ്യതയില്ല. കാരണം സഭയുടെ വോട്ടുകളാൽ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഇനി 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ സഭയെ ധിക്കരിക്കാൻ രണ്ട് പാർട്ടികൾക്കും കഴിയില്ല എന്നിരിക്കെ ഇവർ ഒന്നിച്ചാൽ തിരുമേനിയുടെ മനസ്സുപ്രകാരം, സഭയുടെ മനസ്സുപ്രകാരം ഒരു പക്ഷേ UDFിലെത്തും എന്നുള്ളതാണ് ഉറപ്പിക്കുന്നത്. ഇതിനു പിന്നിൽ ഒരുപാട് ചരടുവലികൾ നടന്നത് നമ്മൾക്കറിയാം. UDFിൻ്റെ കൺവീനറായി അടൂർ പ്രകാശ് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ആദ്യം ജോസ് കെ മാണിയെ, അതായത് കേരള കോൺഗ്രസിനെ UDFിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുൻകൈയെടുത്തും ചില നീക്കങ്ങൾ നടന്നതായും അറിയുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശൻ അടക്കമുള്ളവർ പലരുമായി സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. ജോസ് കെ മാണി UDFിലേക്ക് പോകുമ്പോൾ കൂടെയുള്ളവരെല്ലാം പോകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ LDFിൽ തന്നെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തകരും നഷ്ടപ്പെടുമെന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. നമുക്കറിയാം, കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് നോക്കിയാൽ അത് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരാവേശത്തിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ കൂടെ പോയി ഒരു പ്രതികാരമെന്നോണം പ്രവർത്തകരെല്ലാം ജോസ് കെ മാണിക്കൊപ്പം നിന്ന് LDFിനെ സഹായിച്ചുവെങ്കിലും ഇനി ആ LDFിൽ തന്നെ തുടരാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അതൊരു മുന്നണി ഒത്തൊരുമയോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. PJ ജോസഫും മോൻസ് ജോസഫും അടക്കമുള്ള UDFിലുള്ള കേരള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹപ്രകാരം ഒന്നിക്കണം എന്ന് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. PJ ജോസഫ് വാർദ്ധക്യ സഹജമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോസഫ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അവർക്കും ചില ആഗ്രഹങ്ങളും ഒക്കെ കാണും. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകാർ ഒന്നിച്ചാൽ മാത്രമേ ഇനി കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ അതിശക്തമായ മുന്നേറ്റമുണ്ടാക്കാനും ഭരണത്തിലേറാനും കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിക്കണം എന്ന് പറയും. അത് ഏത് മുന്നണിയിൽ ഒന്നിക്കണം, നിൽക്കണം എന്ന് പറയുന്നില്ല എങ്കിലും അത് UDFിൻ്റെ ഭാഗമാകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് അറിയുന്നത്. പക്ഷേ പിതാവിൻ്റെ ആവശ്യത്തിൽ അതെല്ലാം ഉണ്ട്, നമുക്ക് വളരെ വ്യക്തമാണ്. പിതാവ് പറഞ്ഞത് പ്രകാരം UDFിൻ്റെ മനസ്സാണ് എല്ലാ കേരള കോൺഗ്രസുകാർക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, ഭരണവീഴ്ചകൾ
ഒരുപാട് കേരളത്തിലുണ്ട്. അത് ജോസ് കെ മാണിയെ വല്ലാതെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് LDF ബന്ധം വിടാൻ ജോസ് കെ മാണി കാത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ആ സമയത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ ഈ പ്രസ്താവനയും പുറത്തു വരുന്നത്. ഏതായാലും കാര്യങ്ങൾ UDFന് അനുകൂലമാകുന്ന രീതിയിൽ ജോസ് കെ മാണി വരുന്നു, കേരള കോൺഗ്രസുകാർ ഒന്നിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്.